മിക്ക വിദേശ രാജ്യങ്ങളിലെയും ട്രാഫിക് നിയമങ്ങൾ വളരെയേറെ കർശനമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ റോഡ് അപകടങ്ങൾ വളരെയധികം കുറവാണ്. ഈ രാജ്യങ്ങളിലെല്ലാം ലെയിൻ ട്രാഫിക് എന്ന് പറയുന്ന സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അതായത് എല്ലാ റോഡുകളിലും വാഹനങ്ങൾക്ക് പോകുന്നതിനുള്ള നിർദ്ദിഷ്ടമായ പാതകൾ മാർക്ക് ചെയ്തിട്ടിരിക്കും. ഒരേ ദിശയിലേക്ക് പോകണമെങ്കിൽ ഒരു പക്ഷേ 7-8 ലെയിൻ ഉണ്ടായിരിക്കാം. ആ ലെയിനുകളിലൂടെ അല്ലാതെ വാഹനം ഓടിക്കുവാൻ പാടില്ല. ലെയിൻ തെറ്റിച്ചാൽ അതിഭയങ്കരമായ അപകടങ്ങളുണ്ടാകാം. ഒരേ ദിശയിൽ പോകുന്ന വാഹനങ്ങൾ കൃത്യമായ അകലം പാലിക്കുകയും ലെയിനുകൾക്ക് വേണ്ടി അടയാളപ്പെടുത്തിയിട്ടുള്ള വരകൾക്കിടയിലൂടെ തന്നെ ഡ്രൈവ് ചെയ്യുകയും വേണം. അമേരിക്കയിലാണെങ്കിൽ ധാരാളം ഫ്രീ വേയ്സ് ഉണ്ട്. ഫ്രീ വേയിലൂടെ പോകുമ്പോൾ സിഗ്നലുകളില്ല എന്നുള്ളതാണൊരു പ്രത്യേകത. അതായത് ഇങ്ങനെയുള്ള ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നവർ പ്രവേശിക്കുന്ന സമയം മുതൽ തന്നെ വളരെയധികം ജാഗരൂകരായിരിക്കേണ്ടത് ആവശ്യമാണ്. ഫ്രീ വേയിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ താൻ പ്രവേശിച്ചതായ ലെയിനിൽ നിന്ന് തൊട്ടടുത്ത ലെയിനിലേക്ക് മാറി നിൽക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ കയറി വരുന്ന ലെയിൻ അധികം ചെല്ലുന്നതിന് മുൻപ് തന്നെ ഒരു എക്സിറ്റിലേക്ക് തുറക്കുന്നതാണ്. അതുകൊണ്ട് ആ ലെയിനിൽ നിൽക്കുകയാണെങ്കിൽ അധികം താമസിയാതെ ഫ്രീ വേയിൽ നിന്ന് വെളിയിലേക്ക് പോകേണ്ടതായി വരാം. അതുകൊണ്ട് തൊട്ടടുത്ത ലെയിനിലേക്ക് മാറി നിൽക്കണം. അങ്ങനെ അടുത്ത ലെയിനിലേക്ക് മാറുന്നത് വളരെ ശ്രദ്ധയോടുകൂടെ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ ലെയിനിലൂടെ പാഞ്ഞു വരുന്ന വാഹനങ്ങളുണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ അടുത്ത ലെയിനിലേക്ക് മാറണം. അങ്ങനെ പോകുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നാം പോകേണ്ടുന്നതായ സ്ഥലത്ത് ചെന്നെത്തുന്നതിന് വേണ്ടിയുള്ള ലെയിനിൽ തന്നെ നാം നിൽക്കണം എന്നുള്ളതാണ്. എല്ലാ ലെയിനുകളിലും യാത്ര ചെയ്താൽ നമുക്ക് ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ ചില ഫ്ലൈ ഓവറുകളിലേക്ക് നാം പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും നാം മറ്റ് ചില റോഡുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫ്ലൈ ഓവറുകളിലൂടെയാണ് ആ വാഹനം കടന്നു പോകേണ്ടുന്നത്. അങ്ങനെ മറ്റൊരു ദിശയിലേക്ക് നാം തിരിഞ്ഞു പോകുമ്പോൾ കൃത്യമായ ലെയിനിലൂടെ നാം സഞ്ചരിച്ചില്ല എങ്കിൽ നാം പോകേണ്ടുന്ന ദിക്കിന് നേരെ വിപരീത ദിശയിലേക്ക് വാഹനം തിരിയുന്നതിനിടയായിത്തീരും. ഇനി അബദ്ധവശാൽ ഏതെങ്കിലും നിലയിൽ ലെയിൻ മാറിപ്പോയി മറ്റൊരു ദിക്കിലേക്ക് പ്രവേശിച്ചു എന്നുണ്ടെങ്കിൽ അവിടെ സംശയിച്ച് വാഹനം നിർത്തുവാനോ മറ്റൊരു ലെയിനിലേക്ക് എളുപ്പത്തിൽ വാഹനത്തെ ഓടിച്ചു കയറ്റുവാനോ ഒന്നും സാധിക്കുന്നില്ല. ഏത് ലൈനിലേക്ക് പ്രവേശിച്ചുവോ അതിൽ കൂടെ മുൻപോട്ട് പോയി എക്സിറ്റിലൂടെ ഈ ഫ്രീ വേയുടെ വെളിയിലിറങ്ങി പോകേണ്ടുന്ന സ്ഥലത്തേക്കുള്ള കൃത്യമായ ലൈനിലൂടെ വീണ്ടും കടന്നു വരേണ്ടത് ആവശ്യമാണ്. അത്രമാത്രം കൃത്യതയോടെയും ശ്രദ്ധയോടെയും നാം വാഹനം ഓടിക്കണം. ഈ ഫ്രീ വേയിൽ തന്നെ ഹൈ സ്പീഡ് ലൈനുകളുണ്ട്. അതിൽ കൂടി പോകുന്ന വാഹനങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പരമാവധി വേഗതയിൽ ഓടിക്കുവാൻ സാധിക്കുന്ന ലൈനുകളാണത്. ഇതേപോലെ തന്നെ പ്രത്യേകതകളുള്ള മറ്റൊരു കാര്യമാണ് സിഗ്നലിംഗ് സംവിധാനങ്ങൾ. സൈൻ ബോർഡുകളും സിഗ്നലുകളും നോക്കാതെ അമേരിക്കയിൽ കൂടി വാഹനങ്ങൾ ഓടിക്കുവാൻ സാധ്യമല്ല. യാതൊരു തിരക്കുമില്ലാത്ത ഒരു സബ് ഡിവിഷൻ്റെ ഉള്ളിലൂടെ നാം ഡ്രൈവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. മറ്റു വാഹനങ്ങളൊന്നുമില്ല, നമ്മുടെ വാഹനം മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നാം സഞ്ചരിക്കുന്ന പാത മറ്റൊരു റോഡിലേക്ക് തുറക്കുമ്പോൾ അവിടെ ഒരു സ്റ്റോപ്പ് സൈൻ ഉണ്ടായിരിക്കും. ആ സ്റ്റോപ്പ് സൈൻ കാണുന്ന ഉടൻ തന്നെ നമ്മുടെ വാഹനം പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യണം. മറ്റു വാഹനങ്ങളൊന്നും അടുത്തെങ്ങും ഇല്ലെങ്കിൽ പോലും നാം സ്റ്റോപ്പ് സൈൻ്റെ മുൻപിൽ പൂർണ്ണമായും വാഹനം നിർത്തി മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നതായൊരു സംഭവം, ഏതാനും ചില നാളുകൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന ഒരാൾ ഒരു സ്റ്റോപ്പ് സൈൻ്റെ മുൻപിൽ പൂർണ്ണമായും നിർത്താതെ മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹം സ്ലോ ചെയ്ത് മുൻപോട്ട് പോയി. എന്നാൽ 2 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് അദ്ദേഹത്തെ പിടികൂടി. നല്ല പ്രായമുള്ള വ്യക്തിയായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ ശിക്ഷ ലഭിച്ചില്ല. എന്നിരുന്നാലും $300 അദ്ദേഹം പിഴ അടയ്ക്കേണ്ടതായി വന്നു. ഇന്ത്യൻ രൂപയുമായുള്ള മൂല്യം വെച്ച് നോക്കുമ്പോൾ ഏകദേശം 26,000 രൂപയാണ് അദ്ദേഹം പിഴ അടച്ചത്. രാത്രി സമയത്ത് യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു പക്ഷേ ചുവന്ന സിഗ്നൽ തെളിയുകയാണെങ്കിൽ മറ്റൊരു വാഹനം പോലും സമീപത്തെങ്കിലുമില്ല, ഒരു മനുഷ്യനുമില്ല എങ്കിൽ പോലും അവിടെ വാഹനം നിർത്തിയിട്ട് ഗ്രീൻ സിഗ്നൽ ലഭിക്കുന്നത് വരെയും കാത്തിരിക്കുന്ന രീതിയാണ് അമേരിക്കയിലുള്ളത്. മറ്റ് വിദേശ രാജ്യങ്ങളിലും ഇതേപോലെ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഞാൻ കേരളത്തെയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെയോ ഇകഴ്ത്തി പറയുകയല്ല. ട്രാഫിക് നിയമങ്ങൾക്ക് യാതൊരു വിലയുമില്ലാതെ തോന്നുന്നത് പോലെ ലക്കും ലഗാനുമില്ലാതെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുകയും
അതിഭയങ്കരമായ അപകടങ്ങൾ വിളിച്ചു വരുത്തുകയും മനുഷ്യജീവന് യാതൊരു വിലയുമില്ലാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്തല്ലാതെ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, യാത്ര എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ നാം യാത്ര ചെയ്യുകയാണ്. അതിനെയാണ് നാം ജീവിതയാത്ര എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ യാത്രയെ കണ്ടുകൊണ്ട് മഹാനായ നാഗൽ സായിപ്പ് എഴുതിയ വരികളാണ് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്നുള്ളതായ ഗാനം. അദ്ദേഹം എഴുതിയത് വളരെ അർത്ഥവത്തായ വരിയാണ്. സമയമാകുന്ന രഥത്തിൽ കയറി ഞാൻ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. എൻ്റെ സ്വദേശം കാൺമതിന് ഞാൻ ബന്ധപ്പെട്ട് ഓടുകയാണ്. ഇതേ വരികൾ അരനാഴിക നേരം എന്ന സിനിമയിലേക്ക് മാറ്റിയപ്പോൾ ആ വരികൾക്ക് വ്യത്യാസമുണ്ടായി. ഞാൻ തനിയെ പോകുന്നു എന്നൊക്കെ ആക്കി മാറ്റിക്കളഞ്ഞു. എന്നാൽ അതിൻ്റെ ശരിയാം വണ്ണമുള്ള പദങ്ങൾ ബന്ധപ്പെട്ട് ഓടിടുന്നു എന്ന് തന്നെയാണ്. നാം ബന്ധപ്പെട്ട് ജീവിതയാത്ര ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതത്തിൽ എന്തെല്ലാം ബന്ധപ്പാടുകളുണ്ട്, ഏതെല്ലാം വൈതരണികളെ നാം മറികടക്കേണ്ടതായിട്ടുണ്ട്, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ അതിനിടയിൽ വരാം. ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം കടന്നു വന്നതായ പാതകൾ എത്രമാത്രം ദുർഘടമായതായിരുന്നു എന്ന് ചിന്തിക്കുവാൻ സാധിക്കും. നാം ഹൈറേഞ്ചിലേക്ക് പോകുമ്പോൾ മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനത്തേക്കുള്ള യാത്രയിൽ ചില പ്രത്യേകമായ സ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ നാം കയറി വന്നതായ പാതകൾ, ആ മലയടിവാരത്തിൽ നിന്ന് മുകളിലേക്കുള്ള റോഡ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്ഭുതത്തോടെ, ഒരു നെടുവീർപ്പോടെ നാം ഓർക്കും, ഈ പാതയിലൂടെയാണോ ഞാൻ കയറി വന്നത്? വാസ്തവത്തിൽ നാം തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിൽ നാം കടന്നു വന്നതായ പാതകൾ പലപ്പോഴും ദുർഘടമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ അങ്ങനെയുള്ള ദുർഘട സന്ധികളെ നാം നേരിട്ടപ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ കരം പിടിച്ച് നമ്മെ നടത്തിയ കർത്താവിനെ നാം മറക്കുവാൻ പാടുള്ളതല്ല. ഇത്തരുണത്തിൽ 23-ാം സങ്കീർത്തനം 4-ാം വാക്യം വളരെയേറെ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്: കൂരിരുൾ പാതയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പലപ്പോഴും നാം ദുർഘടമായ പാതയിലൂടെ, കൂരിരുളിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയെന്ന് വരാം. എന്നാൽ ആ സമയങ്ങളിലെല്ലാം കർത്താവ് നമ്മുടെ കരം പിടിച്ചിരുന്നത് കൊണ്ട് നാം ഭയപ്പെടേണ്ടതായി വന്നില്ല. നാം പോകേണ്ടുന്നതായ പാത കൃത്യമായി നമ്മെ കാണിച്ച് നമ്മെ നയിച്ചുകൊണ്ടുവന്ന വലിയവനായ ദൈവത്തിന് സർവ്വസ്തുതിയും സ്തോത്രവും ബഹുമാനവും നന്ദിയും എല്ലാം അർപ്പിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പലപ്പോഴും പാത അറിയാതെ നാം വിഷമിച്ച സമയത്ത് വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് നമ്മെ നയിച്ചു കൊണ്ടുവന്ന ഒരുവൻ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ഭയലേശമിന്യെ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളിൽ പലരും പല സ്ഥലങ്ങളിലായി ഇറങ്ങും. എല്ലാവരും കൂടി ഒരുപക്ഷെ സംസാരിച്ചിരിക്കുകയായിരിക്കാം. ഓരോ സ്ഥലം വരുമ്പോഴും ഓരോരുത്തർ പറയും, എനിക്കിറങ്ങേണ്ടുന്ന സ്ഥലമായി, ഞാൻ ഇറങ്ങുകയാണ്, പിന്നെ കാണാം എന്ന് പറഞ്ഞിറങ്ങിപ്പോകും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതയാത്രയ്ക്കിടയിൽ നമ്മോടൊപ്പം യാത്ര ചെയ്തു വന്ന പലരും, ഒരുപക്ഷെ നമ്മുടെ പ്രിയമുള്ളവർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ ഒക്കെ പല സമയങ്ങളിലായി ഈ ജീവിതയാത്രയിൽ നിന്ന്, വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ നമ്മെ വിട്ടുപിരിയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഇരുന്ന് ഒരുവൻ നമ്മോട് പറയും, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല, നിൻ്റെ അന്ത്യത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്ന ഇടങ്ങളിൽ നീ തനിയെയല്ല പോകുന്നത്, ഈ ജീവിതയാത്രയിൽ ഞാൻ നിൻ്റെ കരം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ധൈര്യത്തോടെ മുൻപോട്ട് പോവുക. ഇന്ന് രാവിലെ ഈ ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവം നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ കരം പിടിച്ചിരിക്കുന്നു. നീ തനിയെയല്ല യാത്ര ചെയ്യുന്നത്. ആ ധൈര്യത്തോടെ മുൻപോട്ട് ജീവിക്കുവാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം പോകേണ്ടുന്നതായ പാത കാണിച്ചു തന്ന് ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാനുള്ള എല്ലാ ശക്തിയും പകർന്നു തരുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങൾ കടന്നു വന്നതായ പാതകൾ പലപ്പോഴും ദുർഘടങ്ങളായിരുന്നു. എന്നാൽ ആ സമയങ്ങളിലെല്ലാം ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന അനുഗ്രഹകരമായ പരിപാലനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ചു വന്ന പലരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞപ്പോൾ കർത്താവെ, ഞങ്ങളെ വിട്ടുപിരിയാതെ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിനായി, ആശ്വസിപ്പിക്കുന്ന അവിടുത്തെ സാമീപ്യത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു.
തുടർന്നുള്ളതായ ഞങ്ങളുടെ ജീവിതയാത്രയിലും അവിടുത്തെ കരം തന്ന് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പോകേണ്ടുന്നതായ പാത ഞങ്ങൾക്ക് കാണിച്ചു തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.